സയനിസ്റ്റുകൾ എപ്പോഴും പറയുന്നത് മുസ്ലിങ്ങൾ ജൂതന്മാരെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നതാണ്. എല്ലാ ജൂതന്മാരെയും കടലിൽ എറിയാനാണ് മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അവർ പറയുന്നു. എന്നാൽ ഇത് തീർത്തും തെറ്റാണ്. മുസ്ലിം രാജ്യങ്ങളിൽ നമുക്ക് സുവർണ ജീവിതമാണ് ഉള്ളതെന്ന് അല്പം ചരിത്രമറിയാമെന്ന് എല്ലാവർക്കും അറിയാം. ലോകത്ത് പലയിടത്ത് നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു. മുസ്ലിങ്ങൾ നമുക്ക് രക്ഷകരായി. അവർ താമസിക്കുവാൻ ഒരു സുവർണ ഇടം നൽകി. എൽഖാനൻ ബൈക്ക് ചൂണ്ടിക്കാട്ടി. ഏകദേശം 75ഓളം വർഷമായി അവർ ഫലസ്തീനികളെ കൊല്ലാൻ തുടങ്ങിയിട്ട്. എന്നാൽ ഇപ്പോഴും മുസ്ലിം രാജ്യങ്ങളിൽ ജൂതന്മാർ സമാധാനത്തോടെ ജീവിക്കുന്നു. മൊറോക്കയിലും ടുണീഷ്യയിലും അൾജീരിയയിലും ഇറാനിലും തുർക്കിയിലും യമനിലുമെല്ലാം ജൂതന്മാരുണ്ട്. അവർ അവിടെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നതെന്നും ബെക്ക് പറയുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ബെക്ക് കുറ്റപ്പെടുത്തി. വംശഹത്യ നടത്തുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരാളെ ജൂതനായി കാണാനാവില്ല. വംശഹത്യയെ ന്യായീകരിക്കുന്നവർ ജൂതനല്ല, നാസിയാണ്. ദൈവത്തിനെതിരെ കലാപം നടത്തുന്നവരുടെ തലവനാണ് നെതന്യാഹു. ഈ യുദ്ധം ഒക്ടോബർ 7 തുടങ്ങിയതല്ല. 1948 മെയ് 15 തന്നെ അത് ആരംഭിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സമാധാനപരമായി ഇല്ലാതാകണമെന്നും ഫലസ്തീൻ സ്വതന്ത്രമാകണമെന്നും ബെക്ക് പറഞ്ഞു.